സൈനികർ കൂറ്റൻ മുതലകളെ അരീനയിലേക്ക് കൊണ്ടുവന്നയുടൻ ഗാലറിയിലിരുന്ന കാണികൾ ആവേശഭരിതരായി അലറിവിളിച്ചു. അപകടകരവും രക്തരൂഷിതവുമായ ഒരു കളി ആരംഭിക്കാൻ പോകുകയായിരുന്നു. ഇത്തവണ മുതലയെ നേരിടാൻ വന്നത് ഒരു അടിമയോ സാധാരണക്കാരനോ ആയിരുന്നില്ല. രാജാവിനെ വധിക്കാൻ ശ്രമിച്ച ഒരാളായിരുന്നു അത്. കൺമുന്നിൽ കണ്ട ഇരയെ കണ്ടപ്പോൾ 7 ദിവസമായി വിശന്നിരുന്ന മുതല ഉടൻ തന്നെ ആക്രമിച്ചു. സ്വയം പ്രതിരോധിക്കാൻ കഴിയാത്ത ശരീരങ്ങളെയാണ് മുതല ആദ്യം ആക്രമിക്കുന്നതെന്ന് ആളുകൾ പറയാറുണ്ട്. നിരായുധനായൊരു മനുഷ്യൻ ഭയന്ന് വിറച്ചു. സ്വയം രക്ഷിക്കാൻ വേണ്ടി അവൻ തന്റെ കൂട്ടുകാരനെ മുതലയ്ക്ക് നേരെ തള്ളിയിട്ടു. പക്ഷേ മുതല അവനെ വെറുതെ വിട്ടില്ല. നിമിഷങ്ങൾക്കുള്ളിൽ അവനും അതിന്റെ ഇരയായി. മറ്റൊരു മനുഷ്യൻ ഭയം കാരണം ബോധം കെട്ടു. മുതല ചാടി അവനെയും വെള്ളത്തിലേക്ക് വലിച്ചിഴച്ചു. ഒരു ചെറിയ കുട്ടിയെ ഒരു യാഗത്തിന് കൊണ്ടുപോകുന്ന ആടിനെപ്പോലെ ക്രൂരമായി ഒരു തോണിയുടെ മുന്നിൽ കെട്ടിയിട്ടിരുന്നു. അവന്റെ കണ്ണുകളിൽ ഭയം വ്യക്തമായിരുന്നു. മുതലയുടെ തുറന്ന വായ അവന്റെ തൊട്ടുമുന്നിലുണ്ടായിരുന്നു. കാണികൾ ഭ്രാന്തന്മാരെപ്പോലെ അലറി വിളിക്കുകയായിരുന്നു, മനുഷ്യത്വം നഷ്ടപ്പെട്ടവരെപ്പോലെ. അരമണിക്കൂറിനുള്ളിൽ അവിടെയുണ്ടായിരുന്നവരെല്ലാം മുതലയുടെ ഇരകളായി. കളി അവസാനിച്ചുവെന്ന് ആളുകൾ വിചാരിച്ചപ്പോൾ രാജാവിന്റെ കണ്ണുകളിൽ ഇപ്പോഴും ആവേശമുണ്ടായിരുന്നു. അവൻ കാടിന്റെ രാജാവായ സിംഹത്തെ കൊണ്ടുവരാൻ ഉത്തരവിട്ടു. റോം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ഗ്ലാഡിയേറ്റർ യുദ്ധങ്ങളിലൊന്നായി ഈ രംഗം മാറി. സിംഹം അരീനയിൽ ഇറങ്ങിയയുടൻ നാശം വിതയ്ക്കാൻ തുടങ്ങി. ഓരോ ആക്രമണത്തിലും അതൊരു ജീവനെടുത്തു. അപ്പോഴാണ് സിംഹത്തിന്റെ ധൈര്യമുള്ള ഹൃദയമുള്ള ഒരു ധീരനായ ചെറുപ്പക്കാരൻ നേരെ സിംഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി അലറി വിളിച്ചത്. പ്രകോപിതനായ സിംഹം ഗാലറിയിൽ നിന്ന് നേരെ ആ കുട്ടിയുടെ നേർക്ക് ചാടി. എന്നാൽ ആ കുട്ടി നിരവധി യുദ്ധങ്ങളിലൂടെ കടന്നുപോയിരുന്നു. അവൻ ഓടിയില്ല, ഉറച്ചുനിന്നു. മനുഷ്യനും മൃഗവും തമ്മിലുള്ള ജീവൻ മരണ പോരാട്ടം ആരംഭിച്ചു. സിംഹം ആക്രമിക്കാൻ ചാടിയപ്പോൾ ആ കുട്ടി തന്റെ മുത്തച്ഛന്റെ ധൈര്യം ഓർമ്മിച്ചു. വാൾ നേരെ സിംഹത്തിന്റെ ഹൃദയത്തിലേക്ക് ആഴ്ത്തി.